അതിൽ 32 അംഗനവാടിക്കും സൗജന്യമായിട്ട് ആളുകൾ സ്ഥലം തന്നതാണ്. ഭൂമി സൗജന്യമായി തന്നതാണ്, മണ്ണ് കിട്ടിയതല്ല. ഈ 33 അംഗനവാടിക്കും നല്ല മനസ്സുള്ള ആളുകൾ അതാത് കാലത്തുള്ള പഞ്ചായത്ത് ഭരണ സംവിധാനം ആളുകളെ സമീപിക്കുകയും അതിൻ്റെ ഭാഗമായി അവർ സൗജന്യമായിട്ട് എൻ്റെ പ്രദേശത്ത് ഒരു അംഗനവാടി വേണം, അതിന് ഞങ്ങൾ 4 സെൻറ്റ് സ്ഥലം തരുന്നു എന്ന് പറഞ്ഞ് സൗജന്യമായിട്ട് വിട്ടുനിർത്തുന്ന സ്ഥലത്താണ്. ഒരു സ്ഥലത്തും പഞ്ചായത്ത് വില കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടില്ല, ഒരു സ്ഥലത്തും വാങ്ങിയിട്ടില്ല. ഒരു സ്ഥലത്തിൻ്റെ മാത്രം 32 അംഗനവാടിക്കും സ്ഥലമുണ്ട്, 33ാമത്തെ അംഗനവാടിക്കും സ്ഥലമുണ്ട്. അതുമൊരു ചെറിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ കാരണം ആ ഭൂമിയുടെ ഉടമസ്ഥൻ മരണപ്പെട്ടു പോയി. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് നമുക്കത് പരിഹരിക്കാൻ ബാലവികാറിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പുതിയ ഒരു കെട്ടിടം അവിടെ ഉണ്ടാക്കണം. അതും കൂടി ഉണ്ടാകുന്നതോടുകൂടി നമ്മളെ പഞ്ചായത്ത് പ്രദേശത്ത് നല്ല നിലയിലുള്ള 33 അംഗനവാടികളുള്ള സ്ഥലമാവും. ഇപ്പോൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു 5 കൊല്ലം വരെ വളരെ ഐക്യത്തോടും വളരെ യോജിപ്പോടും കൂടി നമ്മുടെ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചായത്തിനൊരു യൂണിറ്റായി കണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരു വിഭാഗം ഇപ്പോൾ വെറുതെ ചാനലിൽ കയറിയിരുന്നിട്ട് അതാണ് ഇതാണ് അവിടെ അഴിമതിയാണ് ഇവിടെ അഴിമതിയാണ് എന്ന് ചാനലിൽ കയറിയിരുന്നിട്ട് തന്നെ പറയുകയാണ്. 5 കൊല്ലം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായി ഇരുന്ന് പ്രവർത്തിച്ച ആളുകൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവരത് അതാത് സമയത്ത് ചൂണ്ടിക്കാണിക്കാം. ഇന്ന കാര്യത്തിൽ ഇന്ന അഴിമതിയുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന കുഴപ്പമുണ്ട് എന്നവർക്ക് ആ സമയത്ത് പറയാനാണല്ലോ ഇവരെയൊക്കെ ജയിപ്പിച്ചിട്ടാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നും പറയാനില്ലാതെ എല്ലാം വളരെ യോജിപ്പോട് കൂടി പോയി. ഇപ്പം രാവിലെ ആയ ചാനലിൽ യൂട്യൂബിൽ ഒക്കെ ചിലർ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനനുസരിച്ച് ഏറ്റവും നല്ല നിലയിൽ കാര്യങ്ങൾ നടത്തുന്ന സംവിധാനത്തിന് ആളുകൾ വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വേവലാതിയില്ല. പക്ഷെ ചിലരിപ്പോൾ വേവലാതിപ്പെട്ടിങ്ങനെ പ്രസ് ക്ലബ്ബിലൊക്കെ കയറുക, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും